Hello students, welcome to new video. First module ആറാമത്തെ വീഡിയോ ആണത്. അപ്പോൾ ഇതിൽ നോക്കാം, find the coefficient of x raised to n of a binomial expansion. Find the coefficient of x raised to n of a binomial expansion. അപ്പോൾ ഇവിടെ n തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ചോദ്യത്തിൽ നോക്കുള്ളൂ find the coefficient of x raised to 5. സോ ഇവിടെ n തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ x raised to 5ൻ്റെ കോയിഫിഷ്യൻ്റ് x raised to n-ൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് കോയിഫിഷ്യൻ്റ്? ഇപ്പോൾ നമ്മൾ ആർ പ്ലസ് വൺത്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സ് റേസ് ടു എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്നത്. എക്സ് റേസ് ടു എൻ കണ്ടെയ്ൻ ചെയ്യുന്ന ടേം കണ്ടുപിടിക്കാം ഈ ബൈനോമിയൽ എക്സ്പാൻഷനിൽ. എന്നിട്ട് ആ എക്സ് റേസ് ടു എൻ ഇല്ലാത്ത ടേം ബാക്കി എന്തുണ്ടോ അതാണ് അതിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാം. നമുക്കിതുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 5 ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 3x plus 4 by x all raised to 11. ഇവിടെ നോക്കാം, ഇവിടെ ഈ ഒരു 3x എടുക്കുകയാണെങ്കിൽ ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ പറയുക 3നെയാണ്. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് നമ്മൾ 3നെ പറയും. അപ്പോൾ എക്സിൻ്റെ കൂടെ ആരുണ്ടോ അതിനെയാണ് നമ്മൾ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എക്സ് റേസ് ടു 5ൻ്റെ കൂടെ ആരുണ്ടോ അതിനെയാണ് നമ്മൾ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 5 എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോസ് സൊല്യൂഷൻ suppose that x raised to 5 occurs in r plus 1th term. r plus 1th termലാണ് x raised to 5 ഉള്ള ടേം ഉള്ളതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ r plus 1th term ഓഫ് അത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. r plus 1th term ഓഫ് 3x plus 4 by x all raised to 11. r plus 1th term of 3x plus 4 by x all raised to 11. അത് നമുക്കറിയാം, നമുക്കുള്ള ഫോർമുല NCR x raised to n minus r a raised to r ആണ്. സോ ഇവിടെ NCR അതിൻ്റെ സ്ഥാനത്ത് 11 ആണ്, എക്സിൻ്റെ സ്ഥാനത്ത് 3x ആണ്, എയുടെ സ്ഥാനത്ത് 4 by x ആണ്. സോ 11CR x raised to പകരം 3x raised to 11 minus r, next a raised to r, so 4 by x all raised to r. അപ്പോൾ ഇതാണ് r plus 1th term, റൈറ്റ്. ഇനി ഇത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ എക്സിൻ്റെ പവർ ആയിട്ട് എഴുതാം, x raised to സംതിങ് ആയിട്ട് എഴുതാം. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 11CR 3 raised to 11 minus r. ശ്രദ്ധിക്കുക ഇവിടെ 3x raised to 11 minus r ഉണ്ട്. ഞാൻ 3 raised to 11 minus r into x raised to 11 minus r എന്ന് എഴുതാൻ പോവാണ്. x raised to 11 minus r, പിന്നുള്ളത് 4 raised to r by x raised to r. അപ്പോൾ 4 raised to r by x raised to r. അപ്പോൾ 1 by x raised to r നിനക്ക് വേണമെങ്കിൽ x raised to minus r എന്ന് എഴുതാം. പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് 1 by x raised to n എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, x raised to minus n എഴുതാം. x raised to minus n ഈ രീതിയിലും 1 by x raised to n എന്നും എഴുതാം. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ 1 by x raised to r എനിക്ക് വേണമെങ്കിൽ x raised to minus r എന്ന് എഴുതാം into x raised to minus r. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതാം. 11CR 3 raised to 11 minus r 4 raised to r. ഇനിയുള്ളത് x raised to 11 minus r x raised to into x raised to minus r, റൈറ്റ്. ഇതിന് നമ്മൾ ഒരു ഫോർമുല ഉപയോഗിക്കുന്നുണ്ട്. എന്തായിരുന്നു ഫോർമുല? x raised to m into x raised to n, അല്ലെങ്കിൽ x raised to n into x raised to minus n, x raised to m into x raised to minus n. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x raised to m minus n ആണ്. ഇപ്പോൾ ഇവിടെ x raised to m into x raised to n ആണെങ്കിൽ x raised to m plus n ആണ്. ഇവിടെ മൈനസ് n ആയതുകൊണ്ട് ഇവിടെ എന്ത് വന്നു, മൈനസ് n വന്നു, റൈറ്റ്. ആ ഒരു കാര്യം ഇവിടെ അപ്ലൈ ആണ്. അപ്പോൾ x raised to 11 minus r minus r എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 11CR
3 raised to 11 minus r, 4 raised to r. Ni x raised to 11 minus r minus r. X raised to 11 minus r minus r. That's equal to 11 cr, 3 raised to 11 minus r, 4 raised to r, x raised to 11 minus r minus r minus r minus 2r. അപ്പോൾ ഇതാണ് r പ്ലസ് 1th ടേം. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് വെച്ചെങ്കിൽ ഈ r പ്ലസ് 1th ടേം ആണ് എക്സ് റേസ് ടു 5 എന്ന് അസ്യൂം ചെയ്യുന്നു. r പ്ലസ് 1th ടേം ആണ് എക്സ് റേസ് ടു 5ൻ്റെ ടേം. സോ അപ്പോൾ ഈ ടേം എന്തായി മാറി എക്സ് റേസ് ടു 5 ആയി മാറണം. അപ്പോൾ ഈ ടേം എക്സ് റേസ് ടു 5 ആയി മാറുമ്പോൾ ഉള്ള r കണ്ടുപിടിക്കുന്നു. ആ r നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് സോൾവ് ചെയ്താൽ നമുക്ക് ഈ ടേം എന്തായിട്ട് മാറും, ഇത് എക്സ് റേസ് ടു 5 ആവും. അപ്പോൾ ഈ കിട്ടുന്നതായിരിക്കും അതിൻ്റെ കോയിഫിഷ്യൻറ്റ്. റൈറ്റ്, ചെയ്ത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ ടേമിനെ ഞാൻ എക്സ് റേസ് ടു 5 ആയിട്ട് കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എക്സ് റേസ് ടു 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടേം എക്സ് റേസ് ടു 5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ r എന്താണ്, ആ r സോൾവ് ചെയ്യുന്നു. റൈറ്റ്, സോ by our assumption നമ്മൾ അസ്യൂം ചെയ്തെങ്കിൽ സപ്പോസ് ചെയ്തത് എക്സ് റേസ് ടു 5 occurs in r plus 1th ടേമിലാണ്. സോ ബൈ അവർ അസംഷൻ, നമ്മൾ അസംഷൻ പ്രകാരം എന്ത് പറയാൻ പറ്റും, എക്സ് റേസ് ടു 5, അതായത് എക്സ് റേസ് ടു 5 ഇനി എന്തിന് ഈക്വൽ ആയിരിക്കും, എക്സ് റേസ് ടു 5 ഈക്വൽ ടു എക്സ് റേസ് ടു 11 മൈനസ് 2r. കാരണം എന്താണ്, r പ്ലസ് 1th ടേം ആണ് എക്സ് റേസ് ടു 5ൻ്റെ ടേം എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും, വിച്ച് ഇംപ്ലൈസ്, ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കണം, ഈ ന്യൂമറേറ്റർ എക്സ്പോണൻറ്റ് വാല്യൂസ് ഈക്വൽ ആയിരിക്കണം. 5 ഈക്വൽ ടു 11 മൈനസ് 2r, 5 ഈക്വൽ ടു 11 മൈനസ് 2r, which implies 2r ഈക്വൽ ടു 11 മൈനസ് 5 ഈക്വൽ ടു 6. അപ്പോൾ 2r എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ r ഈക്വൽ ടു 3, hence r ഈക്വൽ ടു 3. അപ്പോൾ r ഈക്വൽ ടു 3 ആണ് നമ്മുടെ എക്സ് റേസ് ടു 5 എന്നുള്ള എക്സ്പാൻഷൻ്റെ എക്സ് റേസ് ടു 5 എന്നുള്ള ടേം വരുന്നത്. എക്സ്പാൻഷനിൽ എക്സ് റേസ് ടു 5 വരുന്നത് r ഈക്വൽ ടു 3 എന്നുള്ള ഇതായിരിക്കും. ഇനി നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Therefore, coefficient of x raised to 5, coefficient of x raised to 5 equal to എന്താ വരിക, ഇത്രയും കാര്യങ്ങൾ അല്ലേ, ഇത്രയും കാര്യങ്ങളാണ്, ഈ ടേം ഉണ്ടാവില്ല അല്ലേ, ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരിക. ഈ ടേം എന്തായി മാറും, ഈ ടേം നോക്കുക, ഇവിടെ r-ന് 3 കൊടുത്താൽ 11 മൈനസ് 2 ഇൻറ്റു 3 വിച്ച് ഈസ് 6. 11 മൈനസ് 6, 11 മൈനസ് 6 ഈസ് 5 ആണ്. സോ എക്സ് റേസ് ടു 5 വരും. അപ്പോൾ ഈ ടേം എക്സ് റേസ് ടു 5 ആയി മാറി. അപ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഇതാണ് നമ്മൾ എഴുതിയെടുക്കേണ്ടത്. എന്തായിരുന്നു, 11 c, r-ന് പകരം 3 ആണ്, ഹിയർ r ഈക്വൽ ടു 3. സോ 11c3, 3 raised to 11 minus 3, 4 raised to 3, right? So that's equal to 11c3, 3 raised to 8, 4 raised to 3. അപ്പോൾ ഇതാണ് എക്സ് റേസ് ടു 5ൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് 3x പ്ലസ് 4/x ഹോൾ റേസ് ടു 11ൻ്റെ എക്സ്പാൻഷനിൽ വരുന്ന ടേം. റൈറ്റ്, ഇതുപോലത്തെ അടുത്തൊരു പ്രോബ്ലം നോക്കാം. Find the coefficient of x raised to 4 in the expansion of x raised to 4 minus 1 by x cube all raised to 15. Okay, find the coefficient of x raised to 4 in the expansion of x raised to 4 minus 1 by x cube all raised to 15. ഇതെങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. Suppose or assume that x raised to 4 occurs in the x raised to 4 occurs in the r plus 1th term. So r plus 1th termilana
എക്സ് റേസ് ടു 4 ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആർ പ്ലസ് 1th ടേം കണ്ടുപിടിക്കുന്നു. therefore r plus 1th term equal to എന്താ വരിക, NCR, ഇവിടെ എൻ്റെ സ്ഥാനത്ത് 15 ആണ്, 15CR x raised to r, ഇവിടെ എക്സിന് പകരം x raised to 4 ആണ്. സോ x raised to 4 all raised to 15 minus r, ഇവിടെ minus a raised to r, so minus 1 by x cube all raised to r. ഇതാണ് r plus 1th term വരിക. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കാം. minus 1 raised to r ഞാൻ ആദ്യം എഴുതാണ്, minus 1 raised to r 15CR, ഇവിടെ x raised to 4 all raised to 15 minus r, എനിക്ക് ഇനി വേണമെങ്കിൽ x raised to 4 all raised to 15 into x raised to 4 all raised to minus, sorry, x raised to 4 all raised to minus r എന്ന് എഴുതാം. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് നോട്ടാണ്. അങ്ങനെ എഴുതി നോക്കുക. x raised to 4 all raised to 15 എഴുതുന്നു into x raised to 4 all raised to minus r, right, into ഇവിടെ ഉള്ളത് 1 by x cube all raised to r ആണ്. അതിന് എനിക്ക് വേണമെങ്കിൽ x cube all raised to minus r എന്ന് എഴുതാൻ പറ്റും. അപ്പം ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും, റൈറ്റ്. ഇതിനൊന്ന് ഞാൻ സിംപ്ലിഫൈ ചെയ്യാണ്. minus 1 raised to r 15CR x raised to 4 into 50, 4 into 50 എന്ന് പറയുന്നത് 60 ആണ്. ബാക്കിയുള്ള എക്സിൻ്റെ ടേം x raised to minus 4r into x raised to minus 3r. സോ ഈ ടേം അപ്ലൈ ചെയ്താൽ നമുക്ക് x raised to 4 all raised to minus r, which is x raised to minus 4r. അടുത്തത് x cube all raised to minus r, which is x raised to minus 3r. സോ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, minus 1 raised to r 15CR x raised to 60 minus x raised to 4r minus x raised to 3r, which is x raised to 7r അല്ലേ. സോ x raised to 60 minus 7r ഇങ്ങനെ എഴുതാൻ പറ്റും. then by our assumption നമുക്കറിയാം ഇത് a ടേമിന് ഈക്വൽ ആണ്, that is hence by assumption x raised to 60 minus 7r equal to x raised to 4. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, therefore എക്സ്പൊണൻഷ്യലുള്ള 60 minus 7r ഉം 4ഉം ഈക്വൽ ആയിരിക്കണം. സോ 16 minus 7r equal to 4, which implies നമുക്ക് എന്ത് പറയാൻ പറ്റും, 7r equal to 60 minus 4, which is 56. So r equal to 8. അപ്പോൾ r equal to 8 എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്കത് കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സിന് 6 കൊടുക്കാം. സോ എക്സ് റേസ് ടു ആറിന് 8 കൊടുക്കാം. സോറി, എക്സിന് 6 അല്ല, ആറിന് 8 കൊടുക്കാം. 8 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് റേസ് ടു 60 മൈനസ് 7 into 8, which is 56 ആണ്. സോ നമുക്ക് കിട്ടുക എക്സ് റേസ് ടു 4 ആണ്. എക്സ് റേസ് ടു 4. അപ്പോൾ നമുക്ക് കിട്ടേണ്ട വാല്യൂ എക്സ് റേസ് ടു 4 തന്നെയാണ് അല്ലേ. എക്സ് റേസ് ടു 4ൻ്റെ കോയിഫിഷ്യൻ്റാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കൊടുത്തപ്പോഴാണ് നമുക്ക് കിട്ടുന്നത് എക്സ് റേസ് ടു 4 ആണ്. അപ്പോൾ നമ്മൾ ചെയ്തതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ കിട്ടിയ 6 എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ വരിക, therefore coefficient of x raised to 4 in the expansion of x raised to 4 minus 1 by x cube all raised to 15 is 15 is minus 1 raised to r. So that's equal to minus 1 raised to r ന്റെ സ്ഥാനത്ത് 4 ആണ്, minus 1 sorry 4 അല്ല അല്ലേ 8 ആണ്, minus 1 raised to 8 15c8 അല്ലേ. അത്ര മാത്രമേ ഉള്ളൂ. അതെ, അത്ര മാത്രമേ ഉള്ളൂ അല്ലേ. ഇത്ര മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി. ബാക്കിയുള്ള ടേം ആയിരിക്കും എക്സ് റേസ് ടു 4. സോ മൈനസ് 1 റേസ് ടു 8 15c8. അപ്പോൾ മൈനസ് 1 റേസ് ടു 8 എന്ന് പറയുന്നത് 1 ആണ്. മൈനസ് 1 ഇൻറ്റു മൈനസ് 1 ഇൻറ്റു മൈനസ് 1 ഇൻറ്റു അങ്ങനെ 8 തവണ. സോ ഇതിൻ്റെ ആൻസർ എന്താ വരിക, 15c8.
റൈറ്റ്. സോ 15C8 ആണ് നമ്മളുടെ ഈ ഒരു ബൈനോമിയൽ എക്സ്പാൻഡ് ചെയ്താൽ അതിൽ എക്സ് റേസ് ടു 4 എന്നുള്ള ടേമിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരിക. റൈറ്റ്. അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലംസ് എന്തായാലും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈൻഡിങ് ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഇൻ എ ബൈനോമിയൽ എക്സ്പാൻഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് റേസ് ടു എന്നിലെ ടേംസ് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. എക്സ് റേസ് ടു എന്നിലെ ടേംസ്, ഇവിടെ എക്സ് റേസ് ടു 5 ടേംസ്, ഇവിടെ എക്സ് റേസ് ടു 4 ടേംസ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എക്സിൻ്റെ ടേംസ് ഇല്ലാത്തത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. അതായത് എക്സിൻ്റെ ടേം ഉണ്ടാവില്ല, ജസ്റ്റ് അതിൽ വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സിൻ്റെ ടേംസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ടേംസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സോ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് മീൻസ് ദ കോൺസ്റ്റൻറ്റ് ടേം, റൈറ്റ്. എക്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മളതിനെ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയും. കോൺസ്റ്റൻറ്റ് ടേം ഈസ് ദ ടേം കണ്ടെയ്നിങ് എക്സ് റേസ് ടു 0. സോ എക്സ് റേസ് ടു 0 ഉള്ള ടേമിനെയാണ് നമ്മൾ എന്ത് പറയുക? കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയാം. ഓക്കെ. സോ നോക്കാം, ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x cube plus 3 by x square all raised to 15. Find the term independent of x in the expansion of x cube plus 3 by x square all raised to 15. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, ഇതിനോട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സ് റേസ് ടു 0 ഉള്ള ടേം കണ്ടുപിടിക്കണം. എക്സ് റേസ് ടു 0, ഇവിടെ എക്സ് റേസ് ടു എന്നിന് പകരം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് റേസ് ടു 0 എന്നുള്ള ടേം, റൈറ്റ്. സോ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അത് നമ്മൾ നേരത്തെ അസ്യൂം ചെയ്ത പോലെ തന്നെ ഇവിടെ അസ്യൂം ചെയ്യാം. Suppose that or assume that the independent term of x or constant term, നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ടേം ഓഫ് എക്സിന് പകരം കോൺസ്റ്റൻറ്റ് ടേം ഉപയോഗിക്കാം. ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക കോൺസ്റ്റൻറ്റ് ടേം ആയിരിക്കും. ഫൈൻഡ് ദ കോൺസ്റ്റൻറ്റ് ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എന്നിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ സപ്പോസ് ദാറ്റ് ദ കോൺസ്റ്റൻറ്റ് ടേം is the r plus 1th term. Constant is the r plus 1th term. അപ്പോൾ ഇനി നമ്മൾ r plus 1th term കണ്ടുപിടിക്കുകയാണ്. അതുകൊണ്ട് therefore r plus 1th term of x cube plus 3 by x square all raised to 15. r plus 1th term of x cube plus 3 by x square all raised to 15. ഇതൊന്ന് കണ്ടുപിടിക്കാം. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ദ ഫോർമുല ഇതാണ്. NCR, ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 15 ആണ്. 15 CR എക്സ് റേസ് ടു ആർ, എക്സ് റേസ് ടു n മൈനസ് ആർ. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ആരുണ്ട്? എക്സ് ക്യൂബ് ഉണ്ട്. സോ എക്സ് ക്യൂബ് ഓൾ റേസ് ടു n മൈനസ് ആർ, 15 മൈനസ് ആർ, പിന്നെ എ റേസ് ടു ആർ ആണ്. എയുടെ സ്ഥാനത്ത് 3 ബൈ എക്സ് സ്ക്വയർ ആണ്. സോ 3 ബൈ എക്സ് സ്ക്വയർ ഓൾ റേസ് ടു ആർ. ഇതായിരിക്കും നമ്മുടെ ആർ പ്ലസ് 1th ടേം. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിക്കണം. സോ 15CR, ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സ് ക്യൂബ് ഓൾ റേസ് ടു 15 മൈനസ് ആർ. എനിക്ക് വേണമെങ്കിൽ ഇതിനെ എക്സ് ക്യൂബ് റേസ് ടു 15 ഇൻറ്റു എക്സ് ക്യൂബ് റേസ് ടു മൈനസ് ആർ എന്ന് എഴുതാം. സോ വിച്ച് ഈസ്, ഞാൻ സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? എക്സ് റേസ് ടു 3 ഇൻറ്റു 15 വിച്ച് ഈസ് 45 ഇൻറ്റു എക്സ് ക്യൂബ് റേസ് ടു മൈനസ് ആർ വിച്ച് ഈസ് എക്സ് റേസ് ടു മൈനസ് 3r. ശ്രദ്ധിക്കുക അങ്ങനെ കിട്ടിയെന്നുള്ള കാര്യം നോക്കുക. എക്സ് റേസ് ടു എം ഓൾ റേസ് ടു എൻ. എക്സ് റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എം എൻ ആണ്. സോ എക്സ് ക്യൂബ് ഓൾ റേസ് ടു മൈനസ് ആർ വിച്ച് ഈസ് എക്സ് റേസ് ടു ക്യൂബ് എക്സ് റേസ് ടു 3 ഇൻറ്റു മൈനസ് ആർ വിച്ച് ഈസ് എക്സ് റേസ് ടു 3r. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് 3r വന്നത്, റൈറ്റ്. ഇൻറ്റു 3 റേസ് ടു ആർ ബൈ 1 ബൈ എക്സ് സ്ക്വയർ ഓൾ റേസ് ടു ആർ. അപ്പോൾ ഇവിടെ ഞാൻ എക്സ് റേസ് ടു മൈനസ് 2r എന്ന് എഴുതുകയാണ്. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കാം. 15CR 3 റേസ് ടു ആർ, എക്സിലാത്ത ടേംസ് ആദ്യം ഇതാണ് 3 റേസ് ടു ആർ. ബാക്കി എന്താ ഉള്ളത്? എക്സ് റേസ് ടു 45 മൈനസ് 3r മൈനസ് 2r.
എക്സ് റേസ് ടു 45 മൈനസ് 3r മൈനസ് 2r. അപ്പോൾ ഇതായിരിക്കും എക്സിൻ്റെ ടേംസിൻ്റെ ഒക്കെ കമ്പൈൻ ചെയ്താണ് നമുക്ക് കിട്ടുക. ഇനി അസംഷൻ പ്രകാരം അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത പ്രകാരം ആർ പ്ലസ് വൺത്ത് ടേം ആണ് കോൺസ്റ്റൻറ്റ് ടേം. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ എക്സ്പൊണൻഷ്യൽ എന്താണ്? 0 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും therefore ആർ പ്ലസ് വൺത്ത് ടേം എന്തിന് ഈക്വൽ ആയിരിക്കണം? എക്സ് റേസ് ടു 0ക്ക് ഈക്വൽ ആയിരിക്കണം. സോ എക്സ് റേസ് ടു 0ക്ക് ആര് ഈക്വൽ ആയിരിക്കണം? എക്സ് റേസ് ടു 0 ഈക്വൽ ടു എക്സ് റേസ് ടു 45 മൈനസ് 3r മൈനസ് 2r അല്ലേ? സോ എക്സ് റേസ് ടു 45 മൈനസ് 3r മൈനസ് 2r എന്ന് പറയുന്നത് എക്സ് റേസ് ടു 45 മൈനസ് 5r ആണ്, റൈറ്റ്? അപ്പോൾ എക്സ് റേസ് ടു 45 മൈനസ് 5rഉം എക്സ് റേസ് ടു 0 ഈക്വൽ ആയിരിക്കണം. അതായത് 0 ഈക്വൽ ടു 45 മൈനസ് 5r. സോ 0 ഈക്വൽ ടു 45 മൈനസ് 5r. ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും? 5r ഈക്വൽ ടു 45 which implies r ഈക്വൽ ടു 9. അപ്പോൾ r ഈക്വൽ ടു 9 ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും കോൺസ്റ്റൻറ്റ് ടേം. Therefore constant term is or constant term equal to അങ്ങനെ എഴുതാം. എന്താ കോൺസ്റ്റൻറ്റ് ടേം വരിക? ഇവിടെ നമ്മൾ ഈ ടേം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് 0 ആയിപ്പോയി. ബാക്കി എന്തുണ്ട്? ബാക്കി ഇവിടെ നോക്കുക, എന്തുണ്ട് നോക്കുക. ഇത്രയും കാര്യങ്ങൾ, ഇതായിരിക്കും കോൺസ്റ്റൻറ്റ് ടേം. ഇനി ഇവിടെ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിച്ചാൽ ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആറിൻ്റെ വാല്യൂ ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എക്സ് റേസ് ടു 45 മൈനസ് 3 ഇൻറ്റു 9 മൈനസ് 2 ഇൻറ്റു 9. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത 5r കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. 45 മൈനസ് 5 ഇൻറ്റു 9 വിച്ച് ഈസ് 45. 45 മൈനസ് 45 ഈ 0. സോ എക്സ് റേസ് ടു 0. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണെന്ന് ഇങ്ങനെ ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേം എന്ത് വരും? കോൺസ്റ്റൻറ്റ് ടേം ഈക്വൽ ടു 15cr, ആറിന് പകരം 9 ആണ്. 15c9 3 റേസ് ടു r, 3 റേസ് ടു ആറിന് പകരം 3 റേസ് ടു 9. ഇതാണ് കോൺസ്റ്റൻറ്റ് ടേം. ഇങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് ടേം കണ്ടുപിടിക്കുക, റൈറ്റ്? അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസും എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളത്. ഒരുപാട് എക്സസൈസ് പ്രോബ്ലംസ് ടെക്സ്റ്റിലുണ്ട്, അത് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.